ഇത് മാസ് മോട്ടോഴ്സും മഞ്ഞപ്പുറ നമ്മുടെ ഹോണ്ട ആക്റ്റീവ 5G വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കാർബേറ്ററിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അതായത് കാർബേറ്റർ പെട്രോൾ കിടന്ന് മെൽറ്റായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഇതൊക്കെ സ്റ്റക്കായിപ്പോയി ഹോളൊക്കെ അടഞ്ഞേക്കണൊക്കെയാണ്. അപ്പോൾ നമ്മളിത് എനിക്ക് മുമ്പ് എനിക്ക് തോന്നുന്നത് ക്ലീൻ ചെയ്തേക്കണതാണ്, നമ്മൾ ചെയ്തതല്ല. പക്ഷെ എന്നാൽ പോലും കാർബേറ്ററൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തേക്കണതാണ്. റിപ്പീറ്റ് വീണ്ടും ആ കംപ്ലൈൻറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാർബേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കലാണ് നമുക്കൊരു പരിഹാര മാർഗ്ഗമുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇടയ്ക്ക് കുറേ പൈസ ഇങ്ങനെ മുടക്കിക്കൊണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ കാർബേറ്റർ അസംബ്ലി മാറ്റി ഇപ്പോൾ പുതിയത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ അതീ ഇരിക്കുന്ന ഒരു പെട്രോളിൻ്റെ പൈപ്പ് ഞാൻ മാറ്റിയിട്ടുണ്ട്. കാരണം അതും നല്ല രീതിയിലൊരു ഫ്ലെക്സിബിളായി പോയിട്ടുണ്ട്. കാരണം അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് കൂടാതെ നമുക്ക് ഇതിൻ്റെ പ്ലഗ് ഞാൻ മാറ്റിയിട്ടുണ്ട്. കാര്യം ഇത് പ്ലഗും എയർ ഫിൽറ്ററും മാറ്റിയിട്ടേക്കാണ്. പക്ഷേ പ്ലഗ് ഷോർട്ടിങ്ങിൻ്റെ ഒരു കളർ ഷെയ്ഡ് കാണുന്നുണ്ട്, ഷോർട്ട് ആവണ പോലെ. അതുകൊണ്ടാണ് പ്ലഗ് മാറ്റിയേക്കണേ. എയർ ഫിൽറ്റർ പിന്നെ നമ്മൾ കിടക്കുന്നത് പുതിയതാണ്. യഥാർത്ഥത്തിൽ അത് കിടക്കണതൊന്നും അതും ഒറിജിനലല്ല. ഈ എയർ ഫിൽറ്റർ ഒറിജിനലല്ല, അതേപോലെ ഈ പ്ലഗും ഒറിജിനലല്ല. പക്ഷേ പ്ലഗ് ഷോർട്ടിങ് ഉള്ളതുകൊണ്ട് നമുക്ക് മിസ്സിങ് പ്രശ്നം കാണിക്കും. അതാണ് ഞാൻ മാറ്റി കളഞ്ഞാണ്. എയർ ഫിൽറ്റർ തൽക്കാലം കിടന്ന് ഓടിക്കോളും, കുഴപ്പമില്ല. നമുക്കിതുമ്പോൾ കിടന്നേറുന്നത് ഫിൽറ്റർ ഇതാണ്. തീരെ മോശമൊന്നായിട്ടൊന്നും ഉണ്ടായില്ല, എന്നാലും മാറ്റിയേക്കാണ് ആരായാലും. ഇത് കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ. നമ്മളിതുമ്പോൾ കിടന്നേറുന്നത് ഞാൻ ഇത് വണ്ടിയുടെ ഉള്ളിൽ കിടന്നേറുന്നുണ്ടോ. അപ്പോൾ ഞാൻ കാർബേറ്റർ അസംബ്ലി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കംപ്ലൈൻറ്റിൻ്റെ കാരണം ഉണ്ടല്ലോ, വണ്ടി ഉപയോഗിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ വണ്ടി കാർബേറ്റർ വീണ്ടും പോകും. പറയാൻ കാരണം ഇപ്പോഴത്തെ പെട്രോൾ E20 പെട്രോൾ എന്ന് പറയും. ആ പേര് പോലെ തന്നെ 20% ഇതിനകത്ത് എത്തനോളാണ് പെട്രോളിൽ. ആ എത്തനോളും കാർബേറ്ററിൻ്റെ ഈ ബോഡി എന്ന് പറഞ്ഞാൽ അലുമിനിയമാണ്. അലുമിനിയം തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻസാണ് ഈ കംപ്ലയിൻറ്റ്സ് ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ റീസൺ കേട്ടോ. അപ്പോൾ നമ്മളിത് ഡെയിലി യൂസിങ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരില്ല. നേരെ മറിച്ച് വണ്ടി ഉപയോഗിക്കാണ്ട് കയറ്റി വെച്ചാൽ ഈ കാർബേറ്ററിൻ്റെ അതേ അവസ്ഥയാവും പുതിയ കാർബേറ്ററും. അപ്പോൾ ഓട്ടം കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും കംപ്ലയിൻറ്റ് കാണിക്കും. അതിനകത്ത് വേറെ ഒന്നും ഇത് പറയാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ ഈ കാർബേറ്ററിൻ്റെ അതേപോലെ തന്നെ മെറ്റീരിയലാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന പെട്രോൾ ടാപ്പ്. ഇതായിരിക്കണുണ്ടോ, അലുമിനിയം മോഡൽ. അതും ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. പക്ഷേ തൽക്കാലത്തേക്ക് നമ്മളിപ്പോൾ അത് മാറ്റിയിട്ടില്ല. കാരണം അതും ഏകദേശം ഒരു 400-450 നമുക്ക് ചിലവുള്ള സംഭവമാണ്. എന്താ പ്രോബ്ലം എന്ന് ചിലപ്പോൾ നമുക്കിപ്പോൾ ഒരു മാസത്തിൻ്റെ അടുത്തൊക്കെ ഓട്ടം ഉള്ളൂ. അപ്പോൾ അത് ചെറിയൊരു കട്ട് ഓഫ് ആവണില്ല, പെട്രോൾ ഇങ്ങനെ ലൈനിൽ നിൽക്കണുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. അത് ഞാൻ തൽക്കാലം മാറ്റിയിട്ടില്ല. തൽക്കാലം നമ്മുടെ ആവശ്യങ്ങൾക്ക് ഇത് മതി, ഈ രീതിയിൽ ഉപയോഗിക്കാം. വണ്ടി ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും കയറ്റി വെക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയണേ. കയറ്റി വെക്കാൻ ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ കാർബേറ്ററും പോവും. പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഗ്യാരണ്ടി വാറണ്ടി ഒന്നുമില്ല. കമ്പനി ആയിട്ടാണ് നമ്മൾ ഹോണ്ടയുടെ ഒറിജിനൽ പാർട്സ് തന്നെയാണ് നമ്മൾ വെച്ചേക്കണത്. പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഈ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട്, അതായത് പെട്രോളിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഒട്ടുമിക്ക വണ്ടികളും കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിക്കാർ ഒരു കമ്പനിയും കാർബേറ്റർ അസംബ്ലിക്ക് വാറണ്ടി കൊടുക്കണില്ല. അപ്പോൾ അതൊരു പ്രത്യേകത. അല്ലെങ്കിൽ സ്പെയർ പാർട്സിന് ഓൾറെഡി വാറണ്ടി കിട്ടാൻ പണിയാണ്. പ്രത്യേകിച്ച് കാർബേറ്ററിൻ്റെ കേസിൽ എടുത്ത് പറയാണ്, വാറണ്ടി കിട്ടില്ല. കാരണം കംപ്ലയിൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കണ പോലെ ഇരിക്കും. ഉപയോഗിച്ചിട്ടിരിക്കുകയാണെങ്കിൽ കംപ്ലയിൻറ്റ് കുറയും, ഉപയോഗിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് കംപ്ലയിൻറ്റ് വരും. അതാണ് സിറ്റുവേഷൻ. അപ്പോൾ പെട്രോളാണ് അതിൻ്റെ മെയിൻ വില്ലൻ. അപ്പോൾ ഞാൻ അതിൻ്റെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടാക്കാം. ആ ലിങ്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രോബ്ലംസ്. ഇതല്ല, വലിയ വലിയ വണ്ടികൾക്കൊക്കെ ഒരുപാട് പ്രോബ്ലംസ് വരുന്നു. പിന്നെ ഇപ്പോഴത്തെ വണ്ടികളൊക്കെ ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടി ആയതുകൊണ്ട് വേറെ പ്രോബ്ലം ഇല്ല. നമ്മുടെ ഈ പഴയ മോഡൽ വണ്ടികൾക്കാണ് കംപ്ലയിൻറ്റ്സ് കൂടുതൽ, കാർബേറ്റർ ഉള്ള മോഡൽ വണ്ടി കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ട് നമുക്ക് വണ്ടി എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കാം.